ഇന്ന് നമുക്ക് 10th പ്രിലിംസിന് ഇതുവരെ ചോദിച്ചിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ്റെ മൗലികാവകാശങ്ങൾ എന്നുള്ള ഭാഗത്ത് നിന്നുള്ള മുഴുവൻ ചോദ്യങ്ങളും ഡിസ്കസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ക്ലാസ് മിസ് ചെയ്യല്ലേ, നിങ്ങൾക്ക് ഒത്തിരി യൂസ്ഫുള്ളായിരിക്കും. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയുടെ 3-ാം ഭാഗത്തെ പ്രതിപാദിച്ചിരിക്കുന്നത് എന്തിനെ പറ്റിയിട്ടാണ്? മൗലികാവകാശങ്ങളാണ്. ആൻസർ മൗലികാവകാശങ്ങൾ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഭരണഘടന ഉറപ്പു നൽകുന്ന 6 തരം മൗലികാവകാശങ്ങളെക്കുറിച്ച് പറയുന്ന വകുപ്പുകൾ. ആർട്ടിക്കിൾ 14 മുതൽ 32 വരെയാണ്. ആർട്ടിക്കിൾ 14 മുതൽ 32 വരെയാണ് ഭരണഘടന ഉറപ്പു നൽകുന്ന 6 തരം മൗലികാവകാശങ്ങളെക്കുറിച്ച് പറയുന്ന വകുപ്പുകൾ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ വായിക്കുന്നുണ്ട്, ഇന്ത്യയുടെ മാഗ്ന കാർട്ട എന്ന് വിശേഷിപ്പിക്കുന്നത് എന്തിനെയാണ്? അത് മൗലികാവകാശങ്ങളാണ് കേട്ടോ. വെരി വെരി ഇമ്പോർട്ടൻ്റ് പാർട്ടാണ്. ഈ മൗലികാവകാശങ്ങൾ പഠിക്കാണ്ട് നമ്മൾ പ്രിലിംസിന് പോയിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ ഇന്ത്യയുടെ മാഗ്ന കാർട്ട എന്ന് വിശേഷിപ്പിക്കുന്നത് എന്തിനെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് മൗലികാവകാശങ്ങളാണ്. ജസ്റ്റ് ഇതും കൂടെ ഓർമ്മിച്ചിരിക്കുക കേട്ടോ. മാഗ്ന കാർട്ടയിൽ ഒപ്പുവെച്ചത് ആരായിരുന്നു? ജോൺ രാജാവാണ് കേട്ടോ. ഇംഗ്ലണ്ടിലെ ജോൺ രാജാവാണ്. 1215 ജൂൺ 15 എന്നും കൂടെ ഓർത്തിരിക്കാം. നാലാമത്തെ ക്വസ്റ്റ്യൻ വായിക്കുന്നുണ്ട്, ഇന്ത്യൻ ഭരണഘടനയുടെ ആണിക്കല്ല് എന്നറിയപ്പെടുന്നത്. അതും മൗലികാവകാശങ്ങൾ തന്നെയാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആണിക്കല്ല് എന്നറിയപ്പെടുന്നത് എന്താണ്? മൗലികാവകാശങ്ങൾ തന്നെയാണ്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ വായിക്കുന്നുണ്ട്, ഇന്ത്യൻ പൗരൻ്റെ മൗലികാവകാശത്തിൽ ഉൾപ്പെടാത്ത അവകാശം. താഴെ ഓപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആശയപ്രകടനത്തിനുള്ള അവകാശം, തുല്യതയ്ക്കുള്ള അവകാശം, സ്വത്തവകാശം, ഇന്ത്യയിൽ എവിടെയും സ്വതന്ത്രമായി സഞ്ചരിക്കുന്നതിനുള്ള അവകാശം. അപ്പോൾ നമുക്കറിയാം ഏതാണ്? സ്വത്തവകാശമാണ് അല്ലേ. സ്വത്തവകാശം എന്താണ്? അത് വെറും നിയമാവകാശം മാത്രമായിട്ട് മാറിയിട്ടുണ്ട്. സ്വത്തവകാശം ഭരണഘടനയുടെ അനുച്ഛേദം 300A സ്വത്തവകാശത്തെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത്. മുൻപ് ഏതിലായിരുന്നു? 31 അത് ഇപ്പോൾ എന്താണ്? അത് ഇപ്പോൾ വന്നിട്ട് നിയമാവകാശം മാത്രമാണ് എന്നും കൂടെ ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം വായിക്കുന്നുണ്ട്, ആറാമത്തെ ക്വസ്റ്റ്യൻ, സ്വത്തവകാശം ഇപ്പോൾ ഏത് അവകാശമാണ്? അത് നിയമാവകാശമാണ് കേട്ടോ. എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുക പ്രിലിംസിന്? അപ്പോൾ ഫസ്റ്റ് ഫേസിൽ നമ്മൾ ഈ തൊട്ട് മുമ്പ് വായിച്ച ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ സെക്കൻഡ് ഫേസിന് ഈ ഒരു രീതിയിലായിരിക്കും. എല്ലാം കണക്ട് ചെയ്തിട്ടാണ് ക്വസ്റ്റ്യൻ വരിക കേട്ടോ. അപ്പോൾ ജസ്റ്റ് നിങ്ങളതൊന്ന് നോട്ടീസ് ചെയ്യാം. സ്വത്തവകാശം ഇപ്പോൾ ഏത് അവകാശമാണ്? അത് നിയമാവകാശം മാത്രമാണ് കേട്ടോ. സ്വത്തവകാശത്തെ മൗലികാവകാശത്തിൽ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്ത ഭേദഗതി അത് ചോദിക്കുകയാണെങ്കിൽ 44-ാം ഭേദഗതിയാണ്. ഇതും ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. 44-ാം ഭേദഗതി വർഷം 1978. ഏഴാമത്തെ ക്വസ്റ്റ്യൻ വായിക്കുന്നുണ്ട്, സ്വത്ത് സമ്പാദിക്കാനും സംരക്ഷിക്കാനുമുള്ള മൗലികാവകാശത്തെ നിയമാവകാശമാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതി. കണ്ടില്ലേ, സ്വത്തവകാശം തന്നെ ഇങ്ങനെ തിരിച്ചും മറിച്ചൊക്കെ ചോദിക്കുന്നുണ്ട്. അതേതാണ്? 44-ാം ഭേദഗതിയാണ് അല്ലേ. സ്വത്ത് സമ്പാദിക്കാനും സംരക്ഷിക്കാനുമുള്ള മൗലികാവകാശത്തെ നിയമാവകാശമാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതി ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ 44-ാം ഭേദഗതിയാണ്. ഏതാണ്? 44-ാം ഭേദഗതി. 44-ാം ഭേദഗതി പാസ്സാക്കിയ സർക്കാർ ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ജനതാ സർക്കാരാണ്. ആ സമയത്ത് പ്രധാനമന്ത്രി ആരായിരുന്നു? മൊറാർജി ദേശായി. ജസ്റ്റ് ഇതും കൂടെ ഓർത്തിരിക്കുക. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. 44-ാം ഭേദഗതി എന്തായാലും പഠിച്ചിരിക്കണം. എട്ടാമത്തെ ക്വസ്റ്റ്യൻ വായിക്കുന്നുണ്ട്, മൗലികാവകാശങ്ങൾ നിഷ്പ്രഭമാക്കുന്നത് അത് ഏത് സമയത്താണെന്ന്. അത് ഓപ്ഷൻ കൊടുത്തിട്ടുള്ളത് തെരഞ്ഞെടുപ്പ് കാലത്ത്, അവിശ്വാസ പ്രമേയം പാസ്സാക്കുമ്പോൾ, അടിയന്തരാവസ്ഥക്കാലം, പിന്നെ തെരഞ്ഞെടുപ്പിൽ ആർക്കും ഭൂരിപക്ഷം കിട്ടാത്തപ്പോൾ. ആൻസർ വരുന്നത് സി ആണ്, അടിയന്തരാവസ്ഥക്കാലത്താണ് കേട്ടോ. മൗലികാവകാശങ്ങൾ നിഷ്പ്രഭമാക്കുന്നത് ഏത് സമയത്താണ്? അടിയന്തരാവസ്ഥ കാലത്താണ്. ഇതും ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്, ഓർത്തിരിക്കണേ. ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ വായിക്കുന്നുണ്ട്, അടിയന്തരാവസ്ഥാ സമയങ്ങളിൽ മൗലികാവകാശങ്ങൾ റദ്ദു ചെയ്യുന്നതിനുള്ള അധികാരമുള്ളത് അത് ആർക്കാണ്? രാഷ്ട്രപതിക്കാണ് കേട്ടോ. അടിയന്തരാവസ്ഥാ സമയങ്ങളിൽ മൗലികാവകാശങ്ങൾ റദ്ദു ചെയ്യുന്നതിനുള്ള അധികാരമുള്ളത് ആർക്കാണ്? രാഷ്ട്രപതിക്കാണ്. അധികാരം ആർക്കാണ്? രാഷ്ട്രപതിക്ക്. പത്താമത്തെ ക്വസ്റ്റ്യൻ, ഏത് അനുച്ഛേദ പ്രകാരം ഏർപ്പെടുത്തുന്ന അടിയന്തരാവസ്ഥയിലാണ് രാഷ്ട്രപതിക്ക് മൗലികാവകാശങ്ങൾ റദ്ദു ചെയ്യാനുള്ള അധികാരമുള്ളത്? അനുച്ഛേദം 352 ഓർത്തിരിക്കുക. അതുപോലെ തന്നെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്, അടിയന്തരാവസ്ഥ സമയങ്ങളിൽ പോലും റദ്ദു ചെയ്യാൻ സാധിക്കാത്ത മൗലികാവകാശങ്ങൾ. അത് അനുച്ഛേദം ഏതാണ്? 20ഉം 21 കേട്ടോ. അതും ജസ്റ്റ് ഓർത്തിരിക്കുക, ചോദിച്ചിട്ടുണ്ട്, ഓർത്തിരിക്കണേ. 11ാമത്തെ ക്വസ്റ്റ്യൻ വായിക്കുന്നുണ്ട്, അടിയന്തരാവസ്ഥ കാലത്ത് മൗലികാവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നത് ഏത് വകുപ്പ് പ്രകാരമാണ്? അത് 359 വകുപ്പ് പ്രകാരമാണ്. 359 വകുപ്പ് പ്രകാരമാണ് അടിയന്തരാവസ്ഥ കാലത്ത് മൗലികാവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നത്. 12ാമത്തെ ക്വസ്റ്റ്യൻ വായിക്കുന്നുണ്ട്, പൗരന്മാരുടെ മൗലികാവകാശങ്ങളുടെ മേൽ ആവശ്യമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനുള്ള അധികാരം ആർക്കാണ്? അത് പാർലമെൻറ്റിനാണ് കേട്ടോ. ഓപ്ഷനിൽ രാഷ്ട്രപതി, സുപ്രീം കോടതി, പ്രധാനമന്ത്രി എന്നൊക്കെ
കൊടുക്കും. ആർക്കാണ് അധികാരം? പാർലമെൻറ്റ്. പൗരന്മാരുടെ മൗലികാവകാശങ്ങളുടെ മേൽ ആവശ്യമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനുള്ള അധികാരം ആർക്കാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ പാർലമെൻറ്റിനാണ് കേട്ടോ, പാർലമെൻറ്റ്. 13ാമത്തെ ക്വസ്റ്റ്യൻ വായിക്കുന്നുണ്ട്. മൗലികാവകാശങ്ങൾ ഉൾപ്പെടെ ഭരണഘടനയുടെ ഏത് ഭാഗവും ഭേദഗതി ചെയ്യുവാൻ പാർലമെൻറ്റിന് അധികാരമുണ്ടെന്ന് വ്യവസ്ഥ ചെയ്ത ഭേദഗതി, അത് 24ാം ഭേദഗതിയാണ്. ഏത് ഭേദഗതിയാണ്? 24ാം ഭേദഗതി. 14ാമത്തെ ക്വസ്റ്റ്യൻ വായിക്കുന്നുണ്ട്. ആർട്ടിക്കിൾ 14 പ്രകാരമുള്ള നിയമത്തിൻ്റെ മുന്നിൽ തുല്യത എന്ന ഭരണഘടനാ തത്വത്തിൽ ഇളവ് ലഭിക്കുന്ന പദവി അതേതാണ്? രാഷ്ട്രപതിയാണ് കേട്ടോ. രാഷ്ട്രപതിക്ക് എന്താണ്? ആർട്ടിക്കിൾ 14 പ്രകാരമുള്ള നിയമത്തിൻ്റെ മുന്നിൽ തുല്യത എന്ന ഭരണഘടനാ തത്വത്തിൽ ഇളവ് ലഭിക്കുന്ന പദവിയാണ് ഏത്? രാഷ്ട്രപതി. 15ാമത്തെ ക്വസ്റ്റ്യൻ വായിക്കുന്നുണ്ട്. മതം, ജാതി, വർഗം, ലിംഗം, ജന്മസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഒരു പൗരനോടും വിവേചനം പാടില്ല എന്ന് അനുശാസിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? അത് അനുച്ഛേദം 15 കേട്ടോ. അനുച്ഛേദം 15 വകുപ്പ്, ഓർത്തിരിക്കുക കേട്ടോ. അനുച്ഛേദം 15. 16ാമത്തെ ക്വസ്റ്റ്യൻ വായിക്കുന്നുണ്ട്. പൊതുനിയമനങ്ങളിൽ അവസര സമത്വം ഉറപ്പു നൽകുന്ന ഭരണഘടനാ വകുപ്പ് അതേതാണ്? അനുച്ഛേദം 16. പൊതുനിയമനങ്ങളിൽ അവസര സമത്വം ഏതാണ്? അനുച്ഛേദം 16. അപ്പോൾ 14 മുതൽ 32 വരെയുള്ള എല്ലാം നമ്മൾ പഠിച്ചിരിക്കുക, ഓർത്തിരിക്കുക കേട്ടോ. 17ാമത്തെ ക്വസ്റ്റ്യൻ വായിക്കുന്നുണ്ട്. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 17 എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അയിത്ത് നിർമ്മാർജ്ജനമാണ്. അയിത്ത് നിർമ്മാർജ്ജനം. 18ാമത്തെ ക്വസ്റ്റ്യൻ വായിക്കുന്നുണ്ട്. മഹാത്മാഗാന്ധി കി ജയ് എന്ന മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പാസ്സാക്കിയ ഭരണഘടനയിലെ ഏക വകുപ്പ് അത് ഏത് തന്നെയാണ്? അനുച്ഛേദം 17 കേട്ടോ. അനുച്ഛേദം 17. ഒരുപാട് തവണ ആവർത്തിച്ച ക്വസ്റ്റ്യനാണ്. 19ാമത്തെ ക്വസ്റ്റ്യൻ വായിക്കുന്നുണ്ട്. 6 മൗലിക സ്വാതന്ത്ര്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടന അനുച്ഛേദം ഏതാണ്? 19ാം അനുച്ഛേദമാണ് കേട്ടോ. 19ലാണ് എന്ത് പറയുന്നത്? 6 മൗലിക സ്വാതന്ത്ര്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടന അനുച്ഛേദം ഏതാണ്? 19ാം അനുച്ഛേദമാണ്. 19ാം അനുച്ഛേദം. 20ാമത്തെ ക്വസ്റ്റ്യൻ വായിക്കുന്നുണ്ട്. നിയമത്തിൻ്റെ അനുമതിയോടെ അല്ലാതെ ജീവനും സ്വത്തിനും അപായം സംഭവിക്കാതിരിക്കാനുള്ള അവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഏതാണ്? 21ാം അനുച്ഛേദമാണ്. ഏതാണ്? 21ാം അനുച്ഛേദമാണ്. 21ാമത്തെ ക്വസ്റ്റ്യൻ വായിക്കുന്നുണ്ട്. ഏതിൻ്റെ ലഭ്യതയാണ് മൗലികാവകാശങ്ങളുടെ ഗണത്തിൽ പെടുമെന്ന് 2020 ജനുവരിയിൽ സുപ്രീം കോടതി നിരീക്ഷിച്ചത്? ഇൻ്റർനെറ്റിൻ്റെ ലഭ്യതയാണ്. 22ാമത്തെ ക്വസ്റ്റ്യൻ. ഭരണഘടനയിലെ ആർട്ടിക്കിൾ 29, 30 വരെ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? എന്തുമായിട്ടാണ്? സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശമാണ്. 29, 30 ഏതാണ്? സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. 23ാമത്തെ ക്വസ്റ്റ്യൻ വായിക്കുന്നുണ്ട്. മൗലികാവകാശങ്ങളിൽ മൗലികമായത് എന്നറിയപ്പെടുന്നത് ഏതാണ്? 32ാം അനുച്ഛേദമാണ് കേട്ടോ. 32 ഒരുപാട് തവണ PSC ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ളതാണ്. 32ാം അനുച്ഛേദമാണ്. ഇനി 24ാമത്തെ ക്വസ്റ്റ്യൻ വായിക്കുന്നുണ്ട്. സമ്മതിദാനാവകാശം വിനിയോഗിക്കൽ ഭരണഘടന അനുസരിച്ചിട്ട് എന്താണ് എന്നാണ്. ഓപ്ഷനിലെ മൗലികാവകാശം, മൗലിക സ്വാതന്ത്ര്യം, നിയമം മൂലം നിർബന്ധിതമായ കടമ, ഡിയിൽ ഇതൊന്നുമല്ല എന്ന് കൊടുത്തിട്ടുണ്ട്. ഏതാണ് ആൻസർ വരുന്നത്? ഇതൊന്നുമല്ല എന്നാണ് കേട്ടോ. സമ്മതിദാനം, അതായത് പ്രായപൂർത്തിയായ ഒരു ഇന്ത്യൻ പൗരന് ലഭിക്കുന്ന വോട്ടവകാശം എന്താണ്? ഒരു നിയമപരമായ അവകാശമാണ്. അപ്പോൾ മേലെ കൊടുത്തത് അതിൽ നിയമപരം എന്നില്ല, ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ടാണ് ഇതൊന്നുമല്ല എന്ന് നമ്മൾ നോട്ട് ചെയ്യേണ്ടത്. 25ാമത്തെ ക്വസ്റ്റ്യൻ. സ്വത്തവകാശം മൗലികാവകാശങ്ങളിൽ നിന്ന് നീക്കം ചെയ്ത ഭരണഘടനാ ഭേദഗതി വീണ്ടും ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ആവർത്തിച്ച് ചോദിച്ച ക്വസ്റ്റ്യനാണ്. 44ാം ഭേദഗതി വർഷം ഓർത്തിരിക്കുക 1978 വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. 44ാം ഭേദഗതി വർഷം ഏതാണ്? 1978. 26ാമത്തെ ക്വസ്റ്റ്യൻ വായിക്കുന്നുണ്ട്. ഭരണഘടനയുടെ ആത്മാവും ഹൃദയവും എന്ന് 32ാം വകുപ്പിനെ വിശേഷിപ്പിച്ചത് ആരാണ്? BR അംബേദ്കറാണ് കേട്ടോ. BR അംബേദ്കറാണ്. എങ്ങനെയാണ് വിശേഷിപ്പിച്ചത്? 32ാം വകുപ്പിനെ ഭരണഘടനയുടെ ആത്മാവും ഹൃദയവും എന്നാണ് BR അംബേദ്കർ വിശേഷിപ്പിച്ചത്. അതുപോലെ നേരെ തിരിച്ചും ചോദിക്കും കേട്ടോ. അങ്ങനെ BR അംബേദ്കർ ഭരണഘടനയുടെ ആത്മാവും ഹൃദയവും എന്ന് വിശേഷിപ്പിച്ച വകുപ്പ് ഏതാണ്? അങ്ങനെയും ചോദിച്ചിട്ടുണ്ട്, ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അത് 32ാം വകുപ്പാണ്, ഓർത്തിരിക്കുക. 27ാമത്തെ ക്വസ്റ്റ്യൻ വായിക്കുന്നുണ്ട്. ഇന്ത്യൻ ഭരണഘടന പൗരന്മാർക്ക് ഉറപ്പ് നൽകുന്ന മൗലികാവകാശങ്ങളുടെ എണ്ണം എത്രയാണ്? 6 കേട്ടോ. ഇന്ത്യൻ ഭരണഘടന പൗരന്മാർക്ക് ഉറപ്പ് നൽകുന്ന മൗലികാവകാശങ്ങളുടെ എണ്ണം എത്രയാണ്? 6. 28ാമത്തെ ക്വസ്റ്റ്യൻ. അറസ്റ്റ് ചെയ്തു കഴിഞ്ഞ ഒരാളെ എത്ര മണിക്കൂറിനകം കോടതിയിൽ ഹാജരാക്കണം? 24 മണിക്കൂറാണ്. 29ാമത്തെ ക്വസ്റ്റ്യൻ. പൊതുനിയമനങ്ങളിൽ അവസര സമത്വം ഉറപ്പാക്കൽ എന്നത് ഏത് മൗലികാവകാശങ്ങളിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ആശയമാണ്? അത് സമത്വത്തിനുള്ള അവകാശമാണ്. സമത്വത്തിനുള്ള അവകാശത്തിലാണ്. 30ാമത്തെ ക്വസ്റ്റ്യൻ വായിക്കുന്നുണ്ട്. ഭരണഘടനയിൽ മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തെ സംബന്ധിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പുകൾ
25 മുതൽ 28 വരെയാണ് കേട്ടോ. എന്തിനെക്കുറിച്ചാണ് 25 മുതൽ 28 വരെ പ്രതിപാദിക്കുന്നത്? മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തെക്കുറിച്ച്. 31ാമത്തെ ക്വസ്റ്റ്യൻ വായിക്കുന്നുണ്ട്. മൗലികാവകാശങ്ങളെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന ഏതാണെന്നാണ്. താഴെ ഓപ്ഷനിൽ മൗലികാവകാശങ്ങൾ അയർലൻഡിൻ്റെ ഭരണഘടന മാതൃകയാക്കി തയ്യാറാക്കിയതാണെന്നുണ്ട്. അത് ഫസ്റ്റിലത്തെ ഓപ്ഷൻ തന്നെ എന്താണ്? തെറ്റാണ്. അപ്പോൾ ശരിയായിട്ടുള്ള ഏതാ? മൗലികാവകാശങ്ങൾ എന്താണ്? അയർലൻഡിൻ്റെ മാതൃകയായിട്ടുള്ള ഏതാണ്? USA ആണ് കേട്ടോ. USA എന്നാണ് എന്ത് കടമെടുത്തിട്ടുള്ളത്? മൗലികാവകാശങ്ങൾ കടമെടുത്തിട്ടുള്ളത് എന്നും കൂടെ ഓർത്തിരിക്കുക. 3ാം ഭാഗത്തിലാണ്. മറ്റുള്ള ഓപ്ഷനെല്ലാം ശരിയാണ്. ഒന്ന് ശരിയായിട്ടുള്ളതും കൂടെ വായിക്കുന്നുണ്ട്. മൗലികാവകാശങ്ങൾ സാധിച്ചു കിട്ടാൻ സുപ്രീം കോടതിയെ സമീപിക്കാം. പിന്നെ സിയിൽ പറയുന്നത് മൗലികാവകാശങ്ങൾ 6 എണ്ണാണുള്ളത്. ഡിയിൽ എന്താണ്? ഭരണഘടനയുടെ 3ാം ഭാഗത്താണ് ഇത് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. 32ാമത്തെ ക്വസ്റ്റ്യൻ. ന്യൂനപക്ഷാവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന മൗലികാവകാശം താഴെ പറയുന്നതിൽ ഏതാണ്? അപ്പോൾ താഴെ പറയുന്നതും കൂടെ വായിക്കുന്നുണ്ട്. ഒന്ന് സമത്വത്തിനുള്ള അവകാശം, ബിയിൽ പറയുന്നത് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, സി പറയുന്നത് മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ഡിയിൽ എന്താണ്? സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം. ഓപ്ഷൻ ഡി ആണ് ആൻസർ. സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശത്തിലാണ് എന്തിനെക്കുറിച്ച് പറയുന്നത്? ന്യൂനപക്ഷ അവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന മൗലികാവകാശം ഏതാണ്? സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശമാണ്. 33ാമത്തെ ക്വസ്റ്റ്യൻ. ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ് ബാലവേല നിരോധിച്ചിരിക്കുന്നത്? അനുച്ഛേദം 24 24ാം അനുച്ഛേദം. ഇതും വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് തവണ എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. 24ാം അനുച്ഛേദത്തിലാണ് ഏത് ബാലവേല നിരോധനത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. 34ാമത്തെ ക്വസ്റ്റ്യൻ വായിക്കുന്നുണ്ട്. സഞ്ചാര സ്വാതന്ത്ര്യം ഇന്ത്യൻ ഭരണഘടനയിൽ ഏത് വിഭാഗത്തിൽ പെടുന്നു? മൗലികാവകാശങ്ങളാണ് കേട്ടോ. ഓപ്ഷനിൽ മൗലിക കർത്തവ്യം, മുഖം, നിർദ്ദേശക തത്വങ്ങൾ എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. ഓപ്ഷൻ ഏതാണ്? ഡി ആണ് ആൻസർ. മൗലികാവകാശങ്ങളാണ്. മൗലികാവകാശങ്ങൾ. 35ാമത്തെ ക്വസ്റ്റ്യൻ. ഭരണഘടന അനുവദിച്ചിട്ടുള്ള മൗലികാവകാശങ്ങളുടെ സംരക്ഷണ ചുമതല നിക്ഷിപ്തമായിരിക്കുന്നത്. ഇത് റിപ്പീറ്റായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആരിലാണ്? സുപ്രീം കോടതിയിലാണ് കേട്ടോ. സുപ്രീം കോടതി. ഭരണഘടന അനുവദിച്ചിട്ടുള്ള മൗലികാവകാശങ്ങളുടെ സംരക്ഷണ ചുമതല നിക്ഷിപ്തമായിരിക്കുന്നത് സുപ്രീം കോടതിയിലാണ്. 36ാമത്തെ ക്വസ്റ്റ്യൻ. സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്ത പ്രധാനമന്ത്രി ആരാണ്? മൊറാർജി ദേശായി ആണ്. ആരാണ്? മൊറാർജി ദേശായി. 37ാമത്തെ ക്വസ്റ്റ്യൻ. നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ് എന്ന് അനുശാസിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ ഏതാണ്? അത് ആർട്ടിക്കിൾ 14 ആണ്. ആർട്ടിക്കിൾ 14. 38ാമത്തെ ക്വസ്റ്റ്യൻ വായിക്കുന്നുണ്ട്. 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം ഉറപ്പു നൽകുന്ന അനുച്ഛേദം ഏതാണ്? ഇതും റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ തന്നെയാണ്. അനുച്ഛേദം 21A ആണ്. അനുച്ഛേദം 21A എന്ത്? 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം ഉറപ്പു നൽകുന്നത്. 39ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് തൊട്ടുകൂടായ്മ ഇല്ലാതാക്കിയിരിക്കുന്നത്? റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ അല്ലേ. ആർട്ടിക്കിൾ 17 ആണ്. ആർട്ടിക്കിൾ 17 ആണ്. 40ാമത്തെ ക്വസ്റ്റ്യൻ. പൗരാവകാശങ്ങളെ പ്രധാനപ്പെട്ടതും അടിസ്ഥാനപരവുമായ അവകാശം ഏതാണ്? അത് ജീവിക്കാനുള്ള അവകാശമാണ്. ജീവിക്കാനുള്ള അവകാശമാണ് പൗരാവകാശങ്ങളിൽ പ്രധാനപ്പെട്ടതും അടിസ്ഥാനപരവുമായ അവകാശം. 41ാമത്തെ ക്വസ്റ്റ്യൻ വായിക്കുന്നുണ്ട്. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിളിലാണ് മൈനോറിറ്റി എന്ന് പ്രത്യക്ഷപ്പെടുന്നത്? ആർട്ടിക്കിൾ 29 കേട്ടോ. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിളിലാണ് മൈനോറിറ്റി എന്ന് പ്രത്യക്ഷപ്പെടുന്നത്? ആർട്ടിക്കിൾ 29. 42ാമത്തെ ക്വസ്റ്റ്യൻ വായിക്കുന്നുണ്ട്. ചൂഷണത്തിന് എതിരെ ഇന്ത്യൻ ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്ന വകുപ്പുകൾ ഏതെല്ലാം? വകുപ്പ് 23, 24. വകുപ്പ് 23, 24 എന്തിനു പറ്റി പറഞ്ഞിട്ടുള്ളത്? ചൂഷണത്തിന് എതിരെ ഇന്ത്യൻ ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്ന വകുപ്പുകൾ. 43ാമത്തെ ക്വസ്റ്റ്യൻ. മഹാത്മാഗാന്ധി കി ജയ് എന്ന വിളികളോടെ അംഗീകരിക്കപ്പെട്ട ഇന്ത്യൻ ഭരണഘടനയിലെ ഏക വകുപ്പ് ഏതാണ്? 17ാം വകുപ്പ്. ഇതും വീണ്ടും ചോദിക്കുന്നുണ്ട് കേട്ടോ. 17ാം വകുപ്പാണ്. 44ാമത്തെ ക്വസ്റ്റ്യൻ വായിക്കുന്നുണ്ട്. മൗലികാവകാശങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്താനുള്ള തീരുമാനം ഇന്ത്യ സ്വീകരിച്ചത് ഏത് രാജ്യത്തെ അനുകരിച്ചാണ്? അമേരിക്കൻ ഭരണഘടനയാണ്. അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ് മൗലികാവകാശങ്ങൾ നമ്മൾ കടമെടുത്തിട്ടുള്ളത്. 45ാമത്തെ ക്വസ്റ്റ്യൻ. മൗലികാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി സുപ്രീം കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നത് ഭരണഘടനയുടെ ഏത് അനുച്ഛേദം അനുസരിച്ചിട്ടാണ്? 32ാം അനുച്ഛേദമാണ്. സുപ്രീം കോടതിയാണെങ്കിൽ 32ാം അനുച്ഛേദം ഓർത്തിരിക്കുക. നേരെ ഹൈക്കോടതിക്ക് റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരം ഏത് അനുച്ഛേദമാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് 226 ആണ്. അതും കൂടെ ഓർത്തിരിക്കുക കേട്ടോ. അതും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്.
46-ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയിൽ വ്യവസ്ഥ ചെയ്തിട്ടുള്ള റിട്ടുകളുടെ എണ്ണം എത്രയാണ്? 5 കേട്ടോ. 5 ജസ്റ്റ് റിട്ടുകളൊന്ന് ഓർത്തിരിക്കുക. ഈ 5 ഏതൊക്കെയാണ്? ഹേബിയസ് കോർപ്പസ്, മാൻഡമസ്, ക്വോ വാറണ്ടോ, പ്രൊഹിബിഷൻ, സെർഷ്യോറാറി. 7-ാമത്തെ ക്വസ്റ്റ്യൻ, അന്യായമായി തടവിലാക്കപ്പെട്ട ഒരാളെ വിടുവിക്കാൻ ഉപയോഗിക്കുന്ന റിട്ട് ഏതാണ്? ഹേബിയസ് കോർപ്പസ് ആണ്. അന്യായമായി തടവിലാക്കപ്പെട്ട ഒരാളെ വിടുവിക്കാൻ ഉപയോഗിക്കുന്ന റിട്ട് ഏതാണ്? ഹേബിയസ് കോർപ്പസ്. 48-ാമത്തെ ക്വസ്റ്റ്യൻ വായിക്കുന്നുണ്ട്. ചുമതലകൾ നിറവേറ്റാൻ ആജ്ഞാപിക്കുന്ന നിയമാനുസൃത പ്രമാണം എന്ന് ഏത് പേരിൽ അറിയപ്പെടുന്നു? അത് മാൻഡമസ് ആണ്. മാൻഡമസിൻ്റെ അർത്ഥം എന്താണ്? നാം കൽപ്പിക്കുന്നു എന്നാണ്. ഇങ്ങനെയും ക്വസ്റ്റ്യൻ ചോദിക്കുക. നാം കൽപ്പിക്കുന്നു എന്നർത്ഥം വരുന്ന റിട്ട് അത് ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ മാൻഡമസ് ആണ്. അതുപോലെ തന്നെ ഹേബിയസ് കോർപ്പസിൻ്റെ അർത്ഥം എന്താണ്? ശരീരം ഹാജരാക്കുക എന്നാണ്. 49-ാമത്തെ ക്വസ്റ്റ്യൻ, അർഹതയില്ലാത്ത പദവിയിലിരിക്കുന്ന ഉദ്യോഗസ്ഥന് എതിരെ നൽകാവുന്ന റിട്ട് അത് ക്വോ വാറണ്ടോ ആണ് കേട്ടോ. ക്വോ വാറണ്ടോൻ്റെ അർത്ഥം എന്താണ്? എന്ത് അധികാരം എന്നാണ് ക്വോ വാറണ്ടോൻ്റെ അർത്ഥം. മാൻഡമസ് ആണെങ്കിൽ നാം കൽപ്പിക്കുന്നു, പ്രൊഹിബിഷൻ ആണെങ്കിൽ എന്താണ്? ശരീരം ഹാജരാക്കുക. ക്വോ വാറണ്ടോ അർത്ഥം എന്താണ്? എന്ത് അധികാരം എന്നാണ് കേട്ടോ. അങ്ങനെയും ചോദ്യം വരാം കേട്ടോ. എന്ത് അധികാരം എന്ന അർത്ഥമുള്ള റിട്ട് ഏതാണെന്ന് ചോദിക്കുകയാണ്. അത് ക്വോ വാറണ്ടോ ആണ്. 50-ാമത്തെ ക്വസ്റ്റ്യൻ, ഭരണഘടനയുടെ 32-ാം ആർട്ടിക്കിൾ പ്രകാരം സുപ്രീം കോടതിക്ക് പുറപ്പെടുവിക്കാൻ കഴിയാത്തത് അതെന്താണ്? അത് പ്ലെബിസൈറ്റ് ആണ് കേട്ടോ. ഹേബിയസ് കോർപ്പസ്, മാൻഡമസ്, സെർഷ്യോറാറി ഒക്കെ ഓപ്ഷനിലുണ്ട്. റിട്ടുകളാണ് അതൊക്കെ കൊടുത്തിരിക്കുന്നത്. റിട്ടുകളൊക്കെ പുറപ്പെടുവിക്കാൻ സുപ്രീം കോടതിക്ക് കഴിയും. പ്ലെബിസൈറ്റ് എന്താണ്? പ്ലെബിസൈറ്റ് എന്ന് പറയുന്നത് ഒരു പ്രത്യേക നിർദ്ദേശം സ്വീകരിക്കാനോ നിരാകരിക്കാനോ വേണ്ടി ചെറിയ ഭൂപ്രദേശത്തെ യോഗ്യരായ ആളുകളോട് നേരിട്ട് സമ്മതം ആരായുന്ന ഒരു തരം ജനഹിത പരിശോധനയാണ് പ്ലെബിസൈറ്റ്. ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ബൈ. താങ്ക് യു.